നമസ്കാരം. ഹൃദു ഹരുൺ, പ്രീതി മുകുന്ദൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ മേനെ പ്യാർ കിയ എന്ന ചിത്രം ഓണം റിലീസായി എത്തിയിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ എന്തിനാണ് ഓണത്തിന് ക്ലാഷ് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നോർമലി ഒരു റിലീസാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള റെസ്പോൺസോ റിവ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. പിന്നെ അവർ എന്ത് കണ്ടിട്ടാണ് ഇതൊരു ഓണം റിലീസാക്കി മാറ്റിയത്? അതും പ്രധാനപ്പെട്ട സിനിമകൾ, അതായത് മോഹൻലാൽ സിനിമ, ഒരു കല്യാണി പ്രിയദർശൻ നസ്ലൻ സിനിമ, ഒരു ഫഹദ് ഫാസിൽ സിനിമയോടൊപ്പം ക്ലാഷ് വയ്ക്കാനുള്ള ധൈര്യം ഈ കണ്ടൻറ്റിനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവർ വെച്ചിട്ടുണ്ടാവുക. അത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് സിനിമ കണ്ടതിന് ശേഷവും മനസ്സിലായിട്ടില്ല. മേനെ പ്യാർ കിയ എന്ന സിനിമ നമ്മൾ സിനിമ ഉണ്ടായ കാലം തൊട്ട്, അതായത് 1930 അല്ലെങ്കിൽ അതിന് മുന്നേ സിനിമയുണ്ടായി, ഇന്ത്യൻ സിനിമയൊക്കെ ഉണ്ടായി ഒരു പ്രൈം ടൈമിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ കഥ, അതേ ടെംപ്ലേറ്റ്, അതേ സംഭവം എടുത്തു വെച്ച് അവർ 2025 യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ ഒരു സിനിമ ഇറക്കി വിട്ടിട്ടുണ്ട്. അതാണ് മേനെ പ്യാർ കിയ. പ്രേക്ഷകൻ്റെ സമയം, പ്രേക്ഷകൻ്റെ പൈസ, ഇതിനൊക്കെ എന്ത് വിലയാണ് ഇവർ തരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ അങ്ങേയറ്റം വിമർശനം ഉന്നയിക്കാനുള്ള കാരണം, ഈ സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും എന്തെങ്കിലും ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പുതുമ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കൊതിച്ച് സീറ്റിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. സീറ്റിന് മുമ്പിലേക്ക് ഇരിക്കുക എന്നുള്ളൊരവസ്ഥ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു ഭയങ്കര വിഷമമാണ് എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ തോന്നിയത്. അതേ ടെംപ്ലേറ്റ്, വൺ സൈഡ് പ്രേമം, പുറകെ നടക്കുന്ന നായകൻ, റിജക്റ്റ് ചെയ്യുന്ന നായിക, ശ്വാസം മുട്ടുന്ന നായിക, അതിനുശേഷം ഉണ്ടാകുന്ന നായകൻ്റെ പ്രശ്നങ്ങൾ, നാട് വിടൽ, സഹായിക്കാനുള്ള സുഹൃത്തുക്കൾ, ഇതേ ടെംപ്ലേറ്റ്, ഒരു മാറ്റവും ഇല്ല. അതിനകത്ത് എന്തെങ്കിലും എൻഗേജിങ് ആയിട്ടുള്ള ഹ്യൂമർ ആഡ് ചെയ്യാനോ എവിടെ? അതായത് വളരെ ഫ്ലാറ്റായി. ഇതിൻ്റെ ജോണ്ടർ സത്യമായിട്ട് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറിയല്ല, ഇതൊരു കോമഡി സിനിമയല്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയല്ല. ഇതെന്താണ് ഇവർ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ വേണമെങ്കിൽ കൂട്ടാൻ കേട്ടോ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്, പക്ഷേ അത് ഏത് ജോണ്ടറാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ പോകുന്ന ഒരു സിനിമ അവസാനം സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴേക്കും ഒരു തരത്തിലും നമുക്കങ്ങ് ഒട്ടും എന്താ പറയുക, ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇങ്ങോട്ടൊക്കെയോ പോകുന്നൊരു സിനിമയായിട്ടാണ് മേനെ പ്യാർ കിയ അനുഭവപ്പെട്ടത്. ഈ സിനിമ തുടക്കം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 10 മിനിറ്റ് വളരെ രസകരമായിരുന്നു, ഭയങ്കര ത്രിൽസ് ഉണ്ടായിരുന്നു, ഒരു ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടൊക്കെയോ ആണ് ഈ പടം പോകുന്നത്. എൻ്റെ ഹൃദു ഹരുണൊക്കെ വന്നതിന് ശേഷം പിന്നീട് പ്രീതി മുകുന്ദൻ കോമ്പിനേഷൻസ് വളരെ ഫ്ലാറ്റായിരുന്നു, ഒരു തരത്തിലുമുള്ള എൻഗേജിങ് ഇല്ല. ഹ്യൂമറായിട്ട് ഫ്രണ്ട്സ് ഗ്യാങ്, സാധാരണയായിട്ട് ഈ സിനിമകളിൽ ഹ്യൂമറാണ് നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നത്. ഓക്കെ, ആ ഹ്യൂമർ വെച്ചെങ്കിലും നമുക്ക് പിടിച്ചിരിക്കാം എന്നുള്ളത്, അതുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സിനിമയായിട്ട് മേനെ പ്യാർ കിയ അവസാനിക്കുകയായിരുന്നു. ആദ്യ പകുതിയൊക്കെ കൊണ്ടെത്തിച്ചേക്കുന്ന രീതി, പിന്നീട് അതിനുശേഷം രണ്ടാം പകുതി, നാട് വിടൽ, എന്താ പറയാൻ പറ്റുക, ഇതൊരു വളരെ എത്രയോ കാലങ്ങൾ, ഞാൻ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് എത്ര സിനിമകൾ ഓർമ്മ വന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് മേനെ പ്യാർ കിയ. എനിക്കിത് കൂടുതൽ ഈ സിനിമയെ പറ്റി എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. വളരെയധികം നിരാശ തോന്നിയ, എന്നാൽ ഓണത്തിന് റിലീസാകുന്ന സിനിമകൾക്ക് ഒപ്പം ഈ സിനിമ ക്ലാഷ് വയ്ക്കുന്നതിൻ്റെ എന്തായിരുന്നു അതിന് പിന്നിലുള്ള ലക്ഷ്യമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഒന്നാമത് ഓണത്തിന് സ്ക്രീനുകൾ കുറവായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ഇതൊരു മൾട്ടി കാസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു സ്റ്റാർ കാസ്റ്റുള്ളൊരു സിനിമയല്ലല്ലോ. അപ്പോൾ ഹൃദുവിൻ്റെ പെർഫോമൻസ് എനിക്ക് മുറയിലും അതോടൊപ്പം തന്നെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന 2 സിനിമകളും ഹൃദുവിൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയും കൂടിയാണ് ഞാൻ. മുറ കണ്ടതിന് ശേഷം അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യത്തിൽ ഹൃദുവിനെ പറ്റി പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കണ്ടതിന് ശേഷവും ഹൃദുവിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായി തോന്നി. പക്ഷേ ഇതിൽ ഹൃദു ഭയങ്കര ഒരു മിസ്കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഹൃദുവിനൊട്ടും ഇതങ്ങോട്ട് സെറ്റാവുന്നില്ലാത്ത പോലെ തോന്നി. ഈ ഒരു വൺ സൈഡ് ലവും അതിൻ്റെ പുറകെ നടക്കുന്ന കാര്യങ്ങളും ഒന്നും എക്സ്പ്രഷൻ തോന്നുന്നു, അല്ലെങ്കിൽ ആ റോള് ടേക്കപ്പ് ചെയ്യാൻ പറ്റാത്തതുപോലൊരു ഫീലിംഗ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആൻഡ് ഈ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഉറപ്പായിട്ടും ഈ റിവ്യൂ വെച്ച് സിനിമ തിയേറ്ററിൽ കാണാതിരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. നിങ്ങൾ സ്വയം വിലയിരുത്തുക, നിങ്ങൾ പോയി സിനിമ കാണുക. ഓണത്തിന് റിലീസാവുന്നൊരു സിനിമയും കൂടെയാണല്ലോ. മലയാളത്തിൽ നിന്ന് 4 സിനിമകളാണ് എത്തിയത്.
അപ്പോൾ അതിൽ 4ാമത്തെ ചിത്രമോ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ ഓർഡർ അനുസരിച്ച് നിങ്ങൾ ആ സിനിമ പോയി കാണുക, വിലയിരുത്തുക എന്നുള്ളതാണ്. എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം ഒട്ടും വർക്കാവാതെ പോയി. എത്രയോ സിനിമകളുടെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് വിജയ് റെഫറൻസ്, സൂര്യ റെഫറൻസ് ഇതൊക്കെയുണ്ട്. ഇതൊക്കെ സാധാരണയായിട്ട് സിനിമക്കാർ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഓഡിയൻസിന് ഇവിടെ കൈയടി കിട്ടുമല്ലോ, അവിടെ കൈയടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം കുത്തിക്കയറ്റുന്ന ചില റെഫറൻസൊക്കെ അതൊക്കെ മുഴച്ച് നിൽക്കുന്ന പോലെ തോന്നി. അത് കൈയടിക്കാന്ന് മാത്രമല്ല എന്താണ് കാണിക്കുന്നതെന്ന് പോലും തോന്നിപ്പോയി. സോ അതാണ് മേനെ പ്യാർ കിയ ഇൻ വൺ വേർഡ്, അല്ലെങ്കിൽ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റുമെങ്കിൽ അതാണ്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവർ തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു.